ഹായ് മക്കളെ, ഇക്കൊല്ലം നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സാമാണ് 48,000 രൂപയുടെ സ്കോളർഷിപ്പുള്ള ഒരു എക്സാമാണ് NMOS അല്ലേ. NMOSൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? ഇത്രയും വേഗം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് NMOSൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സൈലം ഇത്തവണ നേരത്തെ തന്നെ NMOSലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുകയാണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മാറ്റിലെ കിഡിലും ക്വസ്റ്റ്യൻസ് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞ മാറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണിത്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ നിങ്ങൾ? ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇവിടെയുള്ള നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ട്, ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. അതായത് 10ഉം 18ഉം തമ്മിൽ 14 എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെയുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? എന്തോ ഒരു ഐഡിയ നിങ്ങളുടെ, എന്തോ ഒരു ലോജിക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് ആ ലോജിക്ക് നമുക്ക് നോക്കാം. അതായത് ഈ 10ഉം 18 ഒന്ന് കൂട്ടിക്ക്, 10 + 18. ഈ രണ്ട് നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ 28 അല്ലേ. ആ 28ൻ്റെ പകുതിയാണ് 14 അല്ലേ. മനസ്സിലായോ? അതായത് ഈ രണ്ട് നമ്പറിൻ്റെ രണ്ട് നമ്പർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ലോജിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ആ ലോജിക്ക് അടുത്തതിലും വരുന്നുണ്ട്, അടുത്ത പാറ്റേണിൽ വരുന്നുണ്ടോ നോക്കാം അല്ലേ. അതായത് ഈ ഒരു സാധനം കേട്ടോ, 18ഉം 24ഉം തമ്മിലൊന്ന് കൂട്ടിക്ക്, 18ഉം 24ഉം കൂട്ടിക്കഴിഞ്ഞാൽ 42ആണ്. ആ 42ൻ്റെ പകുതിയാണ് ഇവിടെ വരുന്ന നമ്പർ. മനസ്സിലായല്ലോ? രണ്ട് നമ്പർ കൂട്ടുന്നു, അതിൻ്റെ പകുതിയാണ് ആ താഴെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 24ഉം 12ഉം തമ്മിലൊന്ന് കൂട്ടിക്ക്. 24ഉം 12ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 36ആണ്. ആ 36ൻ്റെ പകുതി എത്രയാണ്? 36ൻ്റെ പകുതി 18ആണ്. അപ്പോൾ രണ്ട് നമ്പർ കൂട്ടിയതിന് ശേഷം അതിൻ്റെ പകുതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 36ൻ്റെ പകുതി 18. ഓപ്ഷൻ A നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇതുപോലൊരു ചോദ്യം ഇവിടെയുണ്ട്. ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് നോക്കണം നിങ്ങൾ. അതായത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെയുള്ള ആ നമ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. 4 ഓപ്ഷൻ ഉണ്ട്, കൃത്യമായിട്ട് നോക്കുക. 4 ഓപ്ഷൻസ് ആണ്. ആ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യണം. എന്താണ് ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കാം. കുറേ നമ്പർ സൈഡിലും ഈ വശത്തുകളൊക്കെ ഉണ്ട് അല്ലേ. അതായത് നോക്കൂ, ഇവിടെ ഈ 2ന് ഈ 7ഉമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ. ഈ വശത്തുള്ള 2ന് ആ വശത്തുള്ള 7ഉമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 2ഉം 7ഉം തമ്മിൽ എന്താ ബന്ധം ചോദിച്ചാൽ 2ൻ്റെ ക്യൂബാണ് എത്ര? 8. ആ 8നോട് 1 കുറച്ചാലാണ് 7 കിട്ടുക. ഇതേ ബന്ധം അടുത്ത വരുന്ന പാറ്റേണിലൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. അതായത് നോക്കാം നമുക്കല്ലേ. അടുത്തത് നോക്കൂ, ഈ 3ഉം 26ഉം തമ്മിൽ ബന്ധമുണ്ട്. എന്താ 3ഉം 26ഉം തമ്മിൽ ബന്ധം? 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27ആണ്. അതിനോട് 1 കുറച്ചാലാണ് 26 കേട്ടോ. ക്യൂബിനോട് 1 കുറച്ചതാണ് അവിടെ വരുന്നത്. ബാക്കി അതുപോലെ വരുന്നുണ്ടോ നോക്കല്ലേ നമുക്ക്. 5ഉം 124ഉം തമ്മിൽ ബന്ധമുണ്ട്. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എത്രയാണ്? 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 × 5 എത്രയാണ്? 125ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 125ൽ നിന്ന് 1 കുറച്ചാൽ എത്രടാ? 124ആണ് അല്ലേ. അപ്പോൾ ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 4ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതായിരിക്കും ആ ക്വസ്റ്റ്യൻ മാർക്കിൽ കാണുന്ന ആൻസർ അല്ലേ. അപ്പോൾ 4ൻ്റെ ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 × 4 × 4 എത്രയാണ്? 64ആണ്. 64ആണോ ആൻസർ? അല്ല, 1 കുറയ്ക്കണം. ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾ, എല്ലാത്തിൻ്റെയും ക്യൂബ് മാത്രം എടുക്കുന്നില്ല, ഒരു 1 കുറയ്ക്കണം. അപ്പോൾ 64ൽ നിന്ന് 1 കുറച്ചു, ദാറ്റ് ഈസ് 63 സെറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 63. അപ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. കണ്ടോ, ഇവിടെ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെയുള്ള ആ ഒരു നമ്പർ ഏതാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്പർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം? അതായത് ഈ 2 നമ്പർ കണ്ടോടാ, ഈ 3ഉം ഈ 6ഉം കണ്ടോ. 3ഉം 6ഉം കൂടെ കൂട്ടിക്കേ. 3ഉം 6ഉം കൂട്ടിയാൽ 9 അല്ലേ. ആ 9ൻ്റെ സ്ക്വയർ ആയിരിക്കും. 9ൻ്റെ സ്ക്വയറാണ് എവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത്. മനസ്സിലായോ? ആ സൈഡിലുള്ള 2 നമ്പേഴ്സ് കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയറാണ് വന്നത്. അതുപോലെ അടുത്ത് നോക്ക്, ഈ 6ഉം കണ്ടോ നിങ്ങൾ, ഈ 6ഉം ഈ 5ഉം തമ്മിൽ കൂട്ടിക്ക്. 6ഉം 5ഉം കൂട്ടിയ 11ആണ്. ആ 11ൻ്റെ സ്ക്വയറാണ് എവിടെ വന്നിട്ടുള്ളത്? ഇവിടെ അല്ലേ. 11ൻ്റെ സ്ക്വയർ 121. 11 × 11. അതേപോലെ തന്നെ താഴെ നോക്കാൻ നിങ്ങൾക്ക് അല്ലേ. താഴെ നോക്ക്, 5ഉം 4ഉം കൂട്ടിയാൽ 9ആണ്. ആ 9ൻ്റെ സ്ക്വയറാണ് എവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81. മനസ്സിലായോ? അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ മാർക്കിൽ കാണുന്ന ആ നമ്പർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം
പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയും ബാച്ചിൽ ചേരാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരോടൊക്കെ പറയുകയാണ്, 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 48,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പാണ്, നഷ്ടപ്പെടുത്തരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ വലിയൊരു കട്ട് ഓഫ് വരുന്നൊരു പരീക്ഷയാണ്. ആ കട്ട് ഓഫിനെ മറികടന്നുകൊണ്ട് നമ്മുടെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൂടെ എക്സായാലും ഉണ്ട്, ഞാനുണ്ട്. ബൈ.